ഇയാളെ മാത്രമല്ല, ആ വിങ്ങിനെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യണം. നിനക്കറിയോ, എവിടെയോ ഒരു പീസ് ബ്രേക്കർ ആവുകയാണ് ഇയാൾ. ഒരു റെസ്റ്റിക്കിന് അറിയാവുന്ന മാനേഴ്സ് പോലെ ഇയാൾക്ക് അറിയില്ല. ഈസ് എ മോൺസ്ട്രസ് ഫെലോ. വീട് മുഴുവൻ ഇയാളുടെ മോഫിക് മജിസ്റ്റീരിയൽ ഓർഡേഴ്സ്. പ്രിയ ആദമൈറ്റുകൾ പോലും ഇയാളെക്കാൾ കൾച്ചറുള്ളവരാ രാജ. ഇറ്റ്സ് ടു മച്ച്. നാളെ സെക്യൂരിറ്റി പ്രോബ്ലം പറഞ്ഞ് ഉണ്ണിയെയും മാനസിയെയും മാറ്റണമെന്ന് പറഞ്ഞാൽ ഇയാളൊരു ലുനാറ്റിക് ആണ്. ഇയാൾ അതും പറയും. പറയുക മാത്രമല്ല മേം സാബ്, ചിലപ്പോ ചെയ്യും. അങ്ങനെ ചെയ്യാനുള്ള റൈറ്റ് എനിക്കുണ്ട്. ഞാൻ ല്യൂണറ്റിക്കാണ്, സമ്മതിച്ചു. ഇതുപോലുള്ള ട്രൈഫ്ലിംഗ് ടോക്കിന് മറുപടി പറയാൻ പാടില്ലാത്തതാണ് ഒരു കമാൻഡോ. തോക്കും തൂക്കി ആട്ടും തുപ്പുമേറ്റ് രാവും പകലും കണ്ണിലെണ്ണയൊഴിച്ച് കാവൽ നിൽക്കുന്ന എനിക്ക് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലെ പ്രീ ആദമൈറ്റ് എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസമുണ്ടെന്ന് മേം സാബ് അറിയണം. പിന്നെ ഈ ഭൂമിയിൽ ജസ്റ്റിസ് ഉഷാ വർമ്മ എന്ന സ്ത്രീ 100 വർഷം ആയുസോടെ ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹമൊന്നും എനിക്കില്ല. നിങ്ങളെ ഒരു ചിരഞ്ജീവിയാക്കാനൊന്നും അല്ല ഞങ്ങൾ ബ്ലാക്ക് കാറ്റ്സ് പാറാവ് നിൽക്കുന്നത്. വ്യക്തിപരമായി നിങ്ങൾ എന്റെ ആരുമല്ല മേം സാബ്. വെറും ഒഫീഷ്യൽ റെസ്പെക്റ്റേ എനിക്ക് നിങ്ങളോടുള്ളൂ. കാശ്മീരിലെ ബാരാമുള്ളയിലും കച്ച്വാരയിലും ഒക്കെ 100 കണക്കിന് ടെററിസ്റ്റുകൾ കൊല്ലാൻ കൊലവിളിച്ച് നടക്കുന്ന ഡൽഹിയിലെ പ്രയർ റാങ്കിലുള്ള ഒരു സ്പെഷ്യൽ കോർട്ട് ജഡ്ജിയുടെ ജീവൻ ഗവൺമെന്റിന് വലുതായതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വരേണ്ടി വന്നത്. ഡിസിപ്ലിൻ ഉള്ള ഒരു പാരാമിലിറ്ററി ജവാൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മാത്രമല്ല എന്റെ വിങ്ങിലെ ഓരോരുത്തരും നിങ്ങളെ സഹിക്കുന്നത്. ഷോക്കേസ് ഡോളായി കൂത്താടി നടക്കുന്ന നിങ്ങളുടെ മകളെ സഹിക്കുന്നത്. അവരുടെ കൂടെയുള്ള ആട്ടക്കാരെയും മെറോണിക്കായ കാമുകനെയും സഹിക്കുന്നത്. കണ്ടില്ലേ നീ എന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്ട ബോഡി ഗാർഡ്സിന്റെ മട്ടും ഭാവവും. എനിക്കും എന്റെ മക്കൾക്കോ ഇവരുടെ പ്രൊട്ടക്ഷൻ വേണ്ട. സർ, ഞങ്ങൾക്കും അങ്ങനെ. 1 minute, please. സോറി സർ. ചേച്ചി, കറുത്തുടുപ്പിട്ടവരാണെങ്കിലും കാട്ടിക്കിടക്കുന്ന കാട്ടാളന്മാരൊന്നും അല്ല അവര്. ചേച്ചി അവരെ മനസ്സിലാക്കുന്നില്ല. കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബ്ലാക്ക് കാറ്റ് വിങ് ആണ് അവരുടേത്. ശ്യാം പറഞ്ഞതുപോലെ സുക്രാം കിച്ചണിൽ തന്നെ നിൽക്കട്ടെ. ഇറ്റ്സ് മൈ ഓർഡർ. മരിയ, ഉണ്ണി വിളിച്ചിരുന്നോ? ഇല്ല മേം സാബ്. എത്ര ദിവസമായി പോയിട്ട്? അവനൊന്ന് ഫോൺ ചെയ്തൂടെ? ഡെസേർട്ട് അല്ലേ മേം സാബ്, അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. എന്ത് ഡെസേർട്ട്? ജയ്പൂരിൽ ഇറങ്ങിയ അവിടെ വിളിക്കാലോ. ഈ കുട്ടികൾ ഇറസ്പോൺസിബിൾ ആണ്. പുറത്തേക്ക് ഇറങ്ങിയ വീട്ടിലുള്ളവരെ അങ്ങ് മറക്കും. മനസ്സ് ഇങ്ങനെ തന്നെയായിരുന്നു. മിസ്സസ് മറിയ സിംഗ്, എനിക്ക് ആ ഉണ്ണിയുടെ മുറി ഒന്നുകൂടി ഒന്ന് തുറന്നു കാണണം. എന്താ? അല്ല, കാണാം. ആ. ഉണ്ണി എവിടേക്കാണ് പോയതെന്ന് കൃത്യമായിട്ട് അറിയോ നിങ്ങൾക്ക്? ജയ്സാൽമർ, രാജസ്ഥാനിൽ. എന്ന്? എപ്പോ? മൺഡേ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ്. ഏത് വണ്ടിക്ക്? മുഗൾ എക്സ്പ്രസിന്. ഐഷു? യെസ്. എന്താ സാർ? നത്തിങ്. പിന്നെ അധികം ചോദ്യങ്ങള് ഇങ്ങോട്ട് വേണ്ട, കേട്ടല്ലോ? ആ. ഒരു ചോദ്യം. मना बन जाए बंदी का
ഫോൺ ബെല്ലടിക്കുന്നു. മെയിം സാബ് ആയിരിക്കും. ആ തോടാ और थोड़ा ഇവരെയൊക്കെ അകത്ത് കിടത്തിയത്? मैम साहब, സാലേ, പിടിച്ച് പുറത്താക്കവരെ. none of your bloody business to interfere in this. നടക്കടാ. छोड़ दीजिए साहब. साहब. बैठ जाओ. सुखराम सिंह, घबराओ मत. पहले से मैं तुझे शक करता था. सब बात बताओ. मुझे कुछ नहीं मालूम साहब, नहीं मालूम सुखराम साहब. सिंह, तुम मुझसे कुछ नहीं छुपा सकते. उन्नी साहब जैसालमर जा रहा था और ये बात तुमने किसको बताया? बोल. मुझे कुछ नहीं मालूम साहब, मैं गरीब आदमी हूँ. बोल साले. मुझे मत मारो साहब, मुझे मत मारो साहब, मैं सब कुछ बता दूंगा. നോ, അതവനല്ല. എല്ലാ എവിഡൻസുകളും കിട്ടിയതിന് ശേഷമാണ് സാബ് കൊല്ലപ്പെട്ടത് ഉണ്ണിയാണെന്ന് ഞങ്ങൾ കൺഫേം ചെയ്തത്. ആ ബോംബ് എക്സ്പ്ലോഷൻ പ്ലാനിംഗ് പോലും ഉണ്ണിയെ ഫോക്കസ് ചെയ്തിട്ടാണ്. അവിടെ ചിതറിക്കിടന്ന ബോഡികളിലൊരെണ്ണം അത് ഞങ്ങൾക്ക് ഉറപ്പാണ് സാബ്. ഇല്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ അവനെ ഡ്രോപ്പ് ചെയ്ത് കനോട്ട് പ്ലേസിലാണ്. ബ്ലാസ്റ്റിംഗ് നടന്നത് സുൽത്താൻ സ്ട്രീറ്റിലല്ലേ? സാബിന്റെ മുമ്പിൽ വന്നു നിന്നൊരു ഊഹം പറയാൻ മാത്രം. ചിലപ്പോ വല്ല ഷോപ്പിങ്ങിനും വേണ്ടി ഉണ്ണി സുൽത്താൻ സ്ട്രീറ്റിൽ പോയിരിക്കാം. എവിടെയാണെങ്കിലും അത് സംഭവിക്കുമായിരുന്നു. ഞാൻ ചാർട്ട് ചെക്ക് ചെയ്തു. 3 മണിക്ക് പുറപ്പെട്ട മുഗൾ എക്സ്പ്രസിൽ ഉണ്ണി കയറിയിട്ടില്ല. ജയ്സാൽമറിൽ അയാൾ എത്തിയിട്ടുമില്ല. സുഖറാം പറഞ്ഞത് സത്യമാണ് സർ. ചിലപ്പോൾ ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാനായിരിക്കും സുഖറാം അങ്ങനെ കൺഫ്യൂസ് ചെയ്ത്. അവൻ നുണ പറയായിരിക്കും ബൽറാം. അല്ല സാബ്, STFുമായി അവന് ബന്ധമുണ്ട്. വർഷങ്ങളായി അവൻ അവർക്ക് വേണ്ടി ഇവിടെ ചാരപ്പണിയും ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ബ്ലാസ്റ്റിംഗ് നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. ഉണ്ണിയുടെ കയ്യിലും ഇതുപോലെ പച്ച കുത്തിയൊരു മാർക്കുണ്ടായിരുന്നു. റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ ഒക്കില്ലല്ലോ സാബ്. മറച്ചു വെച്ചാൽ തന്നെ അത് എത്ര ദിവസം നമുക്ക് പറ്റും? യെസ്, യു ആർ റൈറ്റ്. ന്യൂസ് പുറത്തറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല സർ, ഉണ്ണിയാണ് മരിച്ചതെന്ന് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഒഫീഷ്യൽ ഡിക്ലറേഷൻ കിട്ടണം. എങ്കിൽ കുറച്ചു കാലത്തേക്കെങ്കിലും ഇത് രഹസ്യമായി സൂക്ഷിക്കണം. ഡൽഹിയിൽ STFന്റെ ഗ്രൂപ്പിനെ അറസ്റ്റ് ചെയ്യുന്നവരെ പുറത്ത് ഇതാരും അറിയരുത്. യെസ് സാബ്. ഉണ്ണി മരിച്ച വിവരം ചേച്ചി അറിയുന്നത് ന്യൂസ് പേപ്പറിൽ നിന്നാവരുത്. ഡൽഹിയിലെ ഒരു മീഡിയയ്ക്കും ഈ ന്യൂസ് കിട്ടരുത്. ചേച്ചി എനിക്കിപ്പോ തന്നെ കാണണം. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വേണം. പ്ലീസ് കമ്മിറ്റ് മീ. എന്ത് പറ്റി ചേച്ചി? ആ പഴയ നെഞ്ചുവേദന തന്നെ. ഡോക്ടറെ വിളിപ്പിച്ചില്ലേ? ഡോക്ടറെ വിളിച്ചിട്ട് കാര്യമില്ല. മരുന്നൊക്കെ എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ECG നോക്കണം. വരൂ, നമുക്കിപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം. വേണ്ടടാ, സാരമില്ല. സ്ലൈറ്റ് പെയിനാ. ചിലപ്പോ മസിൽ പെയിൻ ആയിരിക്കും. അങ്കിൾ, അങ്കിൾ, ഇതിലും ഭേദം സെൻട്രൽ പ്രസിനാ. എന്താ കുട്ടി? നാത്തുറാമിനെ ഇയാള് ഫോണിൽ ചീത്ത പറഞ്ഞു. ഞാനിനി എങ്ങനെ അയാളെ ഫേസ് ചെയ്യും? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ രാജ, ഇവരുടെ ചട്ടമ്പിത്തര എന്റെ വീട്ടിൽ തന്നെ വേണോ?
സെക്യൂരിറ്റിയുടെ പേരും പറഞ്ഞു എന്ത് തോന്നിവാസം ആവാന്നായോ? ചേച്ചി, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് സിറ്റുവേഷൻ. അമ്മേ, പ്രോഗ്രാമിന്റെ ഇന്റർവ്യൂ പോർഷൻ ഇന്നാ എടുക്കുന്നേ. ഞാൻ ഇറങ്ങട്ടെ. ആ നോ, ജോൺ, കൂടെ പോണം. ഞാൻ തനിച്ചു പോയിക്കൊള്ളാം. പറ്റില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോയാ മതി. കമോൺ, ഗോ വിത്ത്. ഉണ്ണിയായിരിക്കും. ഹലോ, ഐ എം സോറി, ഷീ ഈസ് നോട്ട് ഹിയർ. കോൾ ബാക്ക് അറ്റ് 9 o'clock. അത് ഉണ്ണിയല്ല. അവൻ എന്താണോ വിളിക്കാത്തത്? നീ ഇന്ന് അവനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അത് ഡെസേർട്ടിലാവുമ്പോ ഞാൻ ട്രൈ ചെയ്യാം. അല്ല, നിന്റെ ഈ തിരക്കിനിടയിൽ കുട്ടികളുടെ കല്യാണക്കാര്യം വല്ലതും ഓർക്കുന്നുണ്ടോ? മിത്രയെ നീ ഇങ്ങോട്ടൊന്ന് അയക്കണം. കുറച്ച് ഡ്രസ് എടുക്കാനാ. കല്യാണത്തിന് എന്റെ വക ഒരു കാശ്മീർ സിൽക്ക് സാരി. ചേച്ചി, അത് പിന്നെ ഉണ്ണി വന്നിട്ട് പോരെ? പോരാ, നീ അതിനത്ര വറീഡാവണ്ട. അവളെ ഇങ്ങോട്ട് അയച്ചാ മതി. ഡ്രസ് എടുക്കാനൊന്നും ഉണ്ണിയെ കാക്കണ്ട. അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പിലും തുണിക്കടയിലും കയറാൻ അവനെ കിട്ടില്ല. എന്താ രാജ, നിനക്കും വയ്യേ? ഒരു ഫ്ലൂ പോലെ. സൂക്ഷിക്കണം. ആ. ഓ, എന്തൊരു തണുപ്പ്. ഞാനൊന്ന് കിടക്കട്ടെ. ചേച്ചി, ആ. ഞാനും അങ്ങോട്ട് ഇറങ്ങുക. മിത്ര രാവിലെ തന്നെ ഇങ്ങോട്ട് അയക്കണം. സാബ്, നമ്മളത് മേം സാബിനോട്. ഇനി ഒന്നും നോക്കണ്ട. ടൈറ്റ് സെക്യൂരിറ്റി കൊടുക്കണം. മാനസികം. എന്നാലും നമുക്കത് പറയാതെ ഒക്കില്ലല്ലോ സാബ്. താൻ കണ്ടില്ലേ, എങ്ങനെ പറയും ഞാൻ? ഉണ്ണി ജീവിച്ചിരിപ്പില്ല എന്ന് സ്വബോധത്തോടെ എന്റെ ചേച്ചിയോട് പറയാൻ എനിക്ക് കഴിയുന്നില്ല. പക്ഷേ പറയാതെ പറ്റില്ലല്ലോ സാബ്. പറയണം.